ഷംസുദ്ദീൻ മൗലവി, ഒരു യുവജന സംഘടനയുടെ പ്രതിനിധിയാണ് താങ്കൾ. നോക്കൂ, നമ്മുടെ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഭീകരവാദം വളർന്നിരിക്കുന്നു. പണ്ടൊക്കെ ഈ നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ അജ്ഞത അത് മുതലെടുത്തുകൊണ്ടാണ് ഭീകരവാദത്തിലേക്ക് ആകർഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മാറി. ഇപ്പം ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വൈറ്റ് കോളർ ടെററിസമാണ്. അതായത് ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ജേർണലിസ്റ്റുകളുണ്ട്, അതുപോലെ മാനേജ്മെൻറ്റ് പ്രൊഫഷണലുകളുണ്ട്. അവരൊക്കെയാണ് ഈ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അവരാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്, ആസൂത്രണം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് എന്തുകൊണ്ട് ഭീകരവാദത്തിലേക്ക് വഴിതെന്നിപ്പോകുന്നു? ശ്രീ ഷംസുദ്ദീൻ, പ്രിയപ്പെട്ട ശ്രീ അനിൽ, പിന്നെ ഞാൻ മുമ്പ് പലപ്പോഴും ജനജീവിയുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇടക്കാലത്ത് വരാതെയായി. അതിന്റെ കാരണം പിന്നെ നമ്മൾ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു മറുപടി പറയുമ്പോൾ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുകയും നിങ്ങളുടേത് മാത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. പൂർണ്ണമായും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു വാർത്താ ചാനലാണ് എന്നുകൂടി താങ്കളെ അറിയിക്കട്ടെ. തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് ജന ടി വി മാറിയെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ജനാധിപത്യപരമായ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുവാനും പറയുവാനുമുള്ള ഒരു ഇടമായി ഈ മാധ്യമ സംവിധാനം മാറുന്നുവെങ്കിൽ വളരെ നല്ലതാണെന്ന് ആദ്യമേ സൂചിപ്പിച്ചുകൊണ്ട്, പിന്നെ ഇവിടെ ശക്തമായ മഴ പെയ്യുന്നു. ഞാൻ കാറിനുള്ളിലിരുന്നിട്ടാണ് ഈ ചർച്ചയെ അഡ്രസ് ചെയ്യുന്നത്, ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ എല്ലാത്തരം ഭീകരത ഒരു വ്യവസായമായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എല്ലായിടങ്ങളിലും മത ജാതി വൈജാത്യങ്ങൾക്കപ്പുറത്ത് ഉണ്ട്. അതിനെ ഓരോ സമയത്തും വ്യത്യസ്തമായി ഇപ്പോൾ പുതിയ ഒരു പദപ്രയോഗമാണ് വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയുന്നത്. പ്രൊഫഷണലുകളായിട്ടുള്ള ആൾക്കാർ ഈ ഭീകരവാദ പ്രക്രിയയുടെ ഭാഗമാകുന്നത് കൊണ്ടാവണം അതിനെ വൈറ്റ് കോളർ ടെററിസം എന്ന് വിളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ശരി, വൈറ്റ് കോളർ ടെററിസം ഒരു പുതിയ സംജ്ഞയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നരോദ പാർട്ടിയിൽ മായ കോട്നാനി എന്ന് പറയുന്ന BJP നേതാവ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ കൊലവിളി നടത്തുന്ന വർഗീയ ലഹളയുടെ ഭാഗമായ മനുഷ്യരെ ആക്രമിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രചോദനവും നൽകിയ മായ കോട്നാനി ഒരു ഡോക്ടറായിരുന്നു, ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണലുകളായിട്ടുള്ളവർ ഭീകരവാദ പ്രക്രിയയുടെ ഭാഗമാകുന്നത്, ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ അവരെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല, മറിച്ച് ഭീകരവാദം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ ആയുധമാണ്. അത് മതത്തിന്റെ ചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തി നിസ്സഹായരായ നിരപരാധരായ മനുഷ്യരെ കൊന്നൊടുക്കി തങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭീകരവാദ പ്രക്രിയയുടെ ഭാഗമാകുന്ന എല്ലാവരും ശ്രമിക്കാറുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരോദ പാർട്ടിയിലെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരെ ചുട്ടുകൊല്ലുന്ന പ്രക്രിയയുടെ ഭാഗമായ മായ കോട്നാനി ഒരു ഡോക്ടറായിരുന്നു. അജ്മീറിലടക്കം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ, അവർക്ക് ആയുധം നൽകിയ പ്രവീൺ ഭായ് തഗാഡിയ എന്ന് പറയുന്ന ആള് ക്യാൻസർ സർജനായിരുന്നു. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ ചെങ്കോട്ടക്ക് സമീപം അടക്കം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ ഇടങ്ങളിലെ ഭീകരവാദ സ്ഫോടന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ളവർ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ മനുഷ്യരാണ്. അവരുടെ ലക്ഷ്യം കൃത്യമായി പരിശോധിക്കപ്പെടണം. ആരാണ് അവർക്കു പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിക്കപ്പെടണം. അങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിക്കുന്നതിന് വേണ്ടി വന്ന മനുഷ്യർ പിടിയിലായി, അവരുടെ ശ്രമങ്ങൾ തകർത്തു എന്ന് വാർത്തകൾ ശരിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം രാജ്യത്തിനെതിരായിട്ടുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങളൊക്കെയും ഒരുമിച്ച് ചെറുക്കപ്പെടുകയും തടയപ്പെടുകയും വേണമെന്ന് വളരെ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഭീകരത ഒരു വ്യവസായമായ ഒരു കാലത്ത്
ഭീകരത എന്ന് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അധികാര കേന്ദ്രങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്ന വളരെ ഭീതിതമായ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭീകരതയെ പൊലിപ്പിച്ചു കാട്ടി ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യം പ്രതിസന്ധിയിലാകുന്ന, ഭരണാധികാരികൾ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ ഭീകരത അല്ലെങ്കിൽ അതിർത്തിയിൽ വെടിമുഴങ്ങുന്നു, അതിലൊക്കെ ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ, ദേശസ്നേഹിയായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ രാജ്യത്തിനെതിരായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകര പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതിന്റെ ഒപ്പം അതിന്റെ ഉള്ളിൽ അധികാര രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവരുടെ പങ്കുകൾ കൂടി തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ പഹൽഗാമിൽ അവിടെ ധീര രക്തസാക്ഷികളുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മണ്ഡപത്തിൽ ചക്രം അർപ്പിച്ച ഒരു വ്യക്തിയാണ്. എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ആ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. കാരണം നിരപരാധരായ മനുഷ്യർ മരിച്ചു വീണതിൽ ഏറെ ദുഃഖിക്കുകയും വല്ലാതെ നൊമ്പരപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അത്രയും സുരക്ഷിതമായ ഒരു പ്രദേശത്തേക്ക് ഭീകരരായ മനുഷ്യർ എങ്ങനെയാണ് കടന്നു കയറിയത്? എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടു പോയത്? എങ്ങനെയാണ് മറ്റു മനുഷ്യരുടെ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ അവരെ വളരെ വൾഗറായ നിലയിൽ കയ്യേറ്റം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് എങ്ങനെയാണ്? രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു സെൻസിറ്റീവായ ഇടങ്ങളിലേക്ക് എങ്ങനെ കടന്നു വരാൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള ചില രാഷ്ട്രീയ ചോദ്യങ്ങൾ, ഒരു രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ, ഒരു ദേശസ്നേഹി എന്ന നിലയിൽ, നിരപരാധരായ മനുഷ്യർ മരിക്കുന്നതിൽ വേദനയും നൊമ്പരവും ദുഃഖവുമുള്ള ഒരാളെന്ന നിലക്ക് എങ്ങനെയാണ് നിരപരാധരായ മനുഷ്യർ ഇത്രയും അതിസുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്നത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒരുപാട് പേർ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതിന്റെ പേരിൽ പിടിയിലാകുന്ന മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ വളരെ സുരക്ഷിതമായ പ്രദേശങ്ങളുടെ അടക്കം വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത രവീന്ദ്രകുമാർ, വികാസ് കുമാർ, ദീപ്രാജ് ചന്ദ്ര, ഞാനിപ്പോ ഏറ്റവും ഒടുവിൽ വായിച്ച ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ട പേരുകളാണ്. ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു വ്ളോഗറുടെ നേതൃത്വത്തിൽ 6 പേര് ബാംഗ്ലൂർ അറസ്റ്റിലായ പാകിസ്ഥാന് വേണ്ടി വിവരങ്ങൾ ചോർത്തിയവരാണ്. അപ്പോ ഇത്തരത്തിൽ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനം, ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേഖലകളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ, വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇതിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായ പേരുകളിൽ വിളിക്കപ്പെടുന്ന, ഇപ്പോൾ വൈറ്റ് കോളർ ടെററിസം എന്ന് ഏറ്റവും ഒടുവിൽ വിളിച്ചത്, ഇപ്പോ ഈ നമ്മുടെ മാധ്യമങ്ങളിൽ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന വാക്ക് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ പരിചിതമായിട്ട്. ഞാനതിന്റെ പേരുകൾ തേടിപ്പോകുമ്പോ ഏതോ ഒരു പാശ്ചാത്യ സാമൂഹ്യ നിരീക്ഷകനാണ് അത്തരത്തിലൊരു പേരിട്ടത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായിരുന്നാലും ശരി, അങ്ങനെ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. മായ കോട്നാനി എന്ന് പറയുന്ന ഗൈനക്കോളജിസ്റ്റ് അതിനകത്ത് പങ്കാളിയായിട്ടുണ്ട്. പ്രവീൺ ടെഗാഡിയ എന്ന് പറയുന്ന ക്യാൻസർ സർജൻ അതിനകത്ത് പങ്കാളിയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട ചെങ്കോട്ടയിലടക്കം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലൊക്കെ അക്രമങ്ങൾ നടത്തുന്നവരും വിദ്യാസമ്പന്നരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്നതിന്റെ ഒപ്പം അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളെ കൂടി തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. അതുകൂടി നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ദേശസ്നേഹികൾ, ജനാധിപത്യ വിശ്വാസികൾ, പൗരബോധമുള്ളവർ ചർച്ചയാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.